മധു, ഗുഡ് ഈവനിംഗ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ F-16, F-22, F-35 ഒക്കെ മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് മാറുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇസ്രയേൽ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനായി ആവശ്യപ്പെട്ടെന്ന് പറയുന്നു. ഒരു ദിവസം വെട്ടിക്കുറച്ച് G7 സമ്മേളനത്തിൽ നിന്ന് ട്രംപ് മാറുകയും ചെയ്തു. എന്താണ് അമേരിക്കയുടെ നിലപാട് ഈ സമയത്ത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഉന്മേഷ്, ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ കാനഡയിലെ സുപ്രധാനമായ G7 ഉച്ചകോടിയിൽ നിന്ന് രണ്ടാം ദിവസം ഡൊണാൾഡ് ട്രംപ് വിട്ടുനിൽക്കുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം അടിയന്തരമായിട്ട് വാഷിംഗ്ടണിൽ തിരിച്ചെത്തുകയും ഈ വൈറ്റ് ഹൗസിൽ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 90 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടുപോയി. ഇതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നിലവിലെ സ്ഥിതിഗതികൾ ട്രംപ് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ടോ വൈറ്റ് ഹൗസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം നേരത്തെ റെഞ്ചു സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇസ്രായേലിലേക്ക് ഇറാൻ ഏകദേശം 10 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ മിസൈൽ നേരിട്ട് ഇടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഏജൻസി യോഗത്തിന് ശേഷമാണ് ഈ പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. ഇറാന്റെ നിരുപാധിക കീഴടങ്ങലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ ഒളിത്താവളം തനിക്ക് അറിയാമെന്നും തൽക്കാലം അദ്ദേഹത്തെ ഒന്നും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് പറയുന്നു. അതുപോലെ ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായിട്ടും നിയന്ത്രണം ഇപ്പോൾ നമുക്കുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. മറ്റൊരർത്ഥത്തിൽ ട്രംപ് ഈ നമുക്കുണ്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധശ്രമങ്ങളുമായിട്ട് അമേരിക്കയെ അലൈൻ ചെയ്യിപ്പിക്കുകയാണ് എന്ന് തോന്നുന്ന ഒരു പ്രസ്താവനയായിരുന്നു ഇത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഒരു വിലപേശലിനുള്ള മാനസികാവസ്ഥ തനിക്കില്ലെന്നും അതുപോലെ വെടിനിർത്തലിനൊക്കെ അപ്പുറമുള്ള ഒരു അവസാനത്തിനാണ് താൻ താല്പര്യപ്പെടുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതേസമയം ഒരു വശത്ത് അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേർന്നാൽ മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങളിൽ വളരെ ശക്തമായ തിരിച്ചടി നടത്തുവാൻ ഇറാൻ മിസൈലുകളും മറ്റ് സൈനിക സന്നാഹങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ഇന്റലിജൻസ് ബ്രീഫിംഗും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.